അവിടെ ഇങ്ങനെയാണോ പോയി ഇത്ര നേരം എന്തെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്തം വേണം. ഉത്തരവാദിത്തം ഇല്ലാത്തോണ്ട് ഇപ്പൊ വന്ന് നമ്മള് എത്ര നേരായി കിട്ടാതെ. ഇത് വലിയ പൈസന്റെ സാധനല്ലേ? ഇത് 450 ഉള്ളൂ. 450 ഉറുപ്പിനെല്ലാം കുടിക്കുക ഇഞ്ഞാരാ? അപ്പൊ ഇനി ബീവറേജ് പോയിക്കില്ല? ഇന്ന് 1-ാം തീയതി അല്ലേ? 1-ാം തീയതി എങ്ങനെ വിവരേജിരിക്കണത്? ഇത് ഇടുന്നപ്പോ ശങ്കുണി ഉണ്ടോ? മൊബൈൽ ശങ്കുണിയാ? ഇഞ്ഞ പറ്റിച്ചാ തന്നെ ടച്ചിങ്സ് എടുക്കടോ. നിങ്ങൾ അതാ മറന്നു പോലെ. നിങ്ങൾ 450 എനിക്ക് തന്നിട്ടുള്ളൂ. 450 സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. അത് വാങ്ങിയിട്ടില്ല. മാങ്ങാടാ കടന്ന് വന്നു കഴിഞ്ഞ് എന്റെ വേറെ പൈസ ഇല്ലായിരുന്നു. ഇനി ഒരു കാര്യം മറ്റേ മന്മഥന്റെ വീഡിയോ പോയി ടച്ചിങ്സ് എടുത്തു. അവിടെ പോയി പിന്നെ അവിടെ പൈസ കൊടുക്കണ്ടേ കടയില്? അവിടെ പൈസ മാത്രം ഇനി പോയി എടുത്തെങ്കിൽ പോരി. എടുത്തോണ്ട് പോരാ. അതെങ്ങനെ? ഇനി പുള്ളിന്റെ വീഡിയോ ഇപ്പൊ കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. എന്നിട്ട് സാധനം എടുത്താൽ മതി. പുള്ളി ഒന്നും പറയല. അപ്പൊ എടുക്കുന്ന സമയത്ത് പൈസ വെച്ച് എന്ത് ചെയ്യും? എടുക്കുന്ന സമയത്ത് പൈസ ചോദിച്ചാൽ ഇനി എടുക്കുമ്പോ ഇത് എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ പുള്ളിക്ക് ഉണ്ടെന്ന് പറയുന്ന പോലെ പുള്ളിന്റെ ക്യാരക്ടർ അതാ. പഴയ പോലെ മധുരമൊന്നുമില്ല, ചമർപ്പ്. ഉണ്ണി അതവിടെ കളയല്ലേ? അത്ര വിഷ 12. രണ്ടുണ്ടോ ഇനി? എവിടെ പോയി? രണ്ടില്ല. ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പൊ നമ്മ പറഞ്ഞ കാര്യം ഒക്കെ അല്ലേ? 1-2 കാര്യങ്ങൾ ചെയ്തു തീർക്കാല്ലേ? ഞാൻ പിന്നെ വരാം. മോനെ, ആ ചേട്ടൻ കളഞ്ഞ കുപ്പിയില്ലേ, അതൊന്നും ഇങ്ങ് എടുത്ത് തന്നേരാ. അത് വലിച്ചെറിയാനുള്ള കാര്യങ്ങളല്ല. അതല്ലേ ഞാൻ ഇവിടെ ഇവിടെ വേസ്റ്റ് എല്ലാം കൂടിയിട്ടേ വൈകുന്നേരം ഒരുമിച്ച് അങ്ങോട്ട് കളയാം. അതെ. ഭയങ്കര ചൂടല്ലേ? ഇനി ഇതിലും ചൂട് കൂടുമെന്നാ പറയണേ. വെയിലത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ. തണലുണ്ട് ഇവിടെ. സുഖല്ലേ? സുഖം. മോൻ എവിടെ താമസിക്കുന്നേ? അയ്യോ, എന്റെ അച്ഛനറിയില്ലേ? പള്ളിയിലുള്ള സിദ്ധാർത്ഥന്റെ മോനാ നീ? മൂത്ത മോൻ. അത് ശരി. എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അച്ഛൻ ഇപ്പോ ഇതൊക്കെ ഉണ്ടോ? ഇപ്പൊ കുറവാ. കണ്ണ് തെറ്റിയാ. നിങ്ങളുടെ ശ്രദ്ധ വേണം. ഇനിയിപ്പോ മക്കളെ നിയന്ത്രണത്തിൽ അച്ഛന്മാര് നിക്കണം. അല്ലെങ്കിൽ അവൻ ഇച്ചിരി കുഴപ്പോ. എന്താ വേണ്ടേ? അല്ല ഇതെന്താ സാധനം? അത് കപ്പ. കപ്പ അല്ലേ? നല്ലതാ. എരിവുണ്ട്. ഇത് വേറൊരു സാധനമാണ്. ഇത് എരിവുള്ളതാ അല്ലേ? പിന്നെ കപ്പലണ്ടി, വറുത്ത റോസ്റ്റ്. അങ്കിളെ, ഇത് എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കയ്യില് പൈസ ഇല്ല, അതാണ്. പിന്നെ അച്ഛനോട് എന്റെ അന്വേഷണം പറയണം. ഞാൻ ഒരു ദിവസം വീട്ടിൽ വരുന്നുണ്ട് കാണാൻ. കുറെ ആയി. ഞാനും വാട്ടർ അതോറിറ്റി ഇരുന്നപ്പോ എല്ലാം എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള. അപ്പൊ പറഞ്ഞ ഇത് ശ്രദ്ധിച്ചോളണം കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ശരി, താങ്ക് യു. ഇത് എന്ത് വാർത്താനം പറഞ്ഞ നാരായണേട്ടൻ നമുക്ക് അറിയാത്താണ്. നീ കേറി ചോദിക്കളച്ചേക്കാ. നീ നീ ധൈര്യമായിട്ട് ചോദിക്കേ, ഒരു കുഴപ്പമില്ല. ഇതെന്താ വായു ഗുളിക മേടിക്കാൻ പോവാണ്? അതെ, നീ ചോദിക്കാൻ അവർ തരും നമുക്ക്. എന്താ മധുമേട്ടോ, പത്ര വായനയാണല്ലോ. എന്താ വിശേഷമൊക്കെ? നല്ല വിശേഷം. ഇത് പത്രം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊല്ലും കൊലയും. പറയണ്ട നമ്മുടെ നാടിന്റെ കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനവും പരിപാടികളൊക്കെ? പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പോണു. ഇപ്പൊ നാം വന്ന കാര്യം എന്താ വെച്ചാലേ, ഇപ്പൊ നമുക്ക് ഇലക്ഷൻ എടുക്കാണല്ലോ. അപ്പൊ ഈ ചുമര എഴുത്തും ഇപ്പൊ ഈ പോസ്റ്റ് ഒട്ടിക്കലും പരിപാടികളൊക്കെ തുടങ്ങാറായി. അപ്പൊ നിങ്ങളുടെ ആ മതിലിന്റെ അവിടെ നമ്മളിപ്പോ പാർട്ടിയുടെ നിർദ്ദേശം എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ മതിൽ ഇപ്പൊ നമ്മുടെ പാർട്ടിക്ക് എടുക്കാന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. കണ്ണി കണ്ട പാർട്ടിക്കാരൊക്കെ വന്നിട്ട് എഴുതി കഴിഞ്ഞാൽ അത് മോശമാണ്. നമ്മുടെ ആവുമ്പോ നിങ്ങൾക്ക് ഒരു നില വലിയുണ്ടല്ലോ. നമ്മുടെ പാർട്ടി എടുത്തേക്കും മതിൽ എന്ന് പറയാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി. എന്താ ഒരു മ്ലാനത ഉണ്ടല്ലോ അമ്മക്ക്. കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ തീരുമാനിക്കല്ലേ? ആൾക്കാർ പറഞ്ഞുറപ്പിച്ച സന്തോഷത്തിന് കുറച്ച് കടല തിങ്ങി നിങ്ങള് കഴിക്കും. നിങ്ങള് എന്താ വെറുതെ ഇരുന്നിട്ട് ചവച്ചിരിക്കാലോ.
ശരി എന്നാ ആയിക്കോ. സന്ധ്യേ കണ്ണീരിനും സന്ധ്യേ സന്ധ്യേ രാഘവേട്ടാ എപ്പോഴും കിണർ വൃത്തിയാക്കാൻ ക്ലബിന്റെ പൈസ ഒന്നുമില്ല കേട്ടോ. ഞാനെന്ന് കിണറാക്കുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വീണ്ടല്ലേ ക്ലബ് ഇത് വൃത്തിയാക്കിയത്? അത് ഞാൻ ആരോ തള്ളിയിട്ടാണ്. ആര് തള്ളിയിട്ട്? ചാത്തൻ. ചാത്തൻ സാധനം വാങ്ങിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നല്ല സാധനം വാങ്ങിച്ചടിക്കാൻ നോക്കും? മാറിയിരിക്കും. നീ വയനാട് എന്താണ് കണ്ണാ? ഓ അടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം വീണത്. വീടി പൂട്ടിയാ? ആ പൂട്ടി പൂട്ടിയല്ലേ? എന്താ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കണേ? വീട്ട് കളിച്ചിട്ട് എൻ്റെ പൈസയെല്ലാം പോയിട്ടു. ആ പിന്നെ കളിക്കാണ്ടിരുന്നാ പോരെ? കളിക്കാണ്ടിരിക്കാൻ പറ്റില്ലപ്പാ. അയ്യോ ഷീട്ട് കളിയൊന്നും കളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ 2 എണ്ണം അടിക്കാൻ വിചാരിച്ചു, ഒരു രക്ഷയില്ല. അതെല്ലാം അതിൽ പോയി. ഓ ഒരു 500 രൂപ രൂപ. അത് കടയിൽ കച്ചവടം ഒന്നും ഇല്ല രാഘവേട്ടാ. 200 രൂപ. 200. 200 ഇല്ല, ഒരു 100 രൂപ തരാം. 100 തരാം. 100 ഉള്ളൂ എൻ്റെ കയ്യിൽ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ലില്ല. നമുക്ക് 2 എണ്ണം അടിച്ചാലോ? പോവാ, നമുക്ക് എന്തെല്ലോ വർത്താനം പറയാൻ. അതെ, എനിക്ക് നാളത്തെ കുറച്ച് ഒരുക്കങ്ങളുണ്ട്. എന്താണ്? നാളെ നമ്മുടെ ആരോമിൽ ഒരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ആരോ പെണ്ണ? ആ അതെയാ? അതെ അതെ അതെ. എവിടെ പെണ്ണ്? വെണ്ണലയിലാ. അതെയാ? ആ ഞാൻ പറട്ടാ. എവിടേക്ക്? പെണ്ണാണ്. ആരോമലിന്റെ ആണ്. അതെ, ആരോമിൽ തന്നെ. എന്നെന്താ ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. എത്ര മണിക്ക് പോകുന്നത്? 9:30 പോകണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ സമയം വെച്ചേക്കണേ. 10 മണിക്കായിക്കൂടെ? 10 മണിക്ക് എനിക്ക് ഈ രാത്രി 2 എണ്ണം അടിച്ചിട്ട് കിടന്ന ലഹജ അധികം ഉറങ്ങിപ്പോവും. 10 മണിയായാലോ? ഞാൻ 10 മണിയാകുമ്പോൾ റെഡി ആയിട്ട് വരും. ആ ശരി. ശരിയാണ്. അമ്മ ഈ അച്ഛനത് കാട്ടണവിടെ ഒന്ന് വിളിച്ചു നോക്കിയമ്മ. എടി ഇപ്പഴല്ലേ ഞാൻ വിളിച്ചേ, ഇപ്പൊ വരാന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്തൊരു പുറപ്പാടാണ് അച്ഛന്. എനിക്കറിയില്ല, സാധാരണ പെണ്ണുങ്ങൾക്ക് സമയം വേണ്ടെന്ന് പറയും. ഇതിപ്പോ ഇവിടെ നേരെ തിരിച്ചാ. ഞാൻ വൈകി പോയാ? ഞാൻ വൈകി പോയാ? പോണ്ടേ? പോണം. ഞങ്ങൾ റെഡി ആയിട്ട്. മന്മേട്ടൻ വന്നില്ല. മന്മേൻ ഇറങ്ങിയിട്ടില്ലേ? ഇല്ല. മന്മത ഇറങ്ങി, നമുക്ക് പോണ്ടേ? നമുക്കോ? നമുക്ക് എങ്ങോട്ട്? പെണ്ണാണ്, ആരോമലിന്റെ പെണ്ണാണ്. ആരാ പറഞ്ഞേ? അച്ഛൻ. എപ്പോ പറഞ്ഞു? ഇന്നലെ പറഞ്ഞു. ആണോ? ഇവനിത് ഇറങ്ങാതെ ആ സമയത്തിനാട് എത്തണ്ടേ? മന്മത. അച്ഛാ മന്മത വേഗം വാ. എത്ര സമയമായി? സമയത്തിനാട് എത്തണ്ടേ? വേഗം വാ. നീ എവിടെയാ പോയി? നീ ഇയാളെ പെണ്ണുണ വാച്ച് വിളിച്ചിരുന്നു. എന്താ പറയാ മോനെ, ഞങ്ങൾ ഇന്നലെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ 1-2 പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ നിന്റെ പെണ്ണ് കാണാനായിട്ട് പോകണുണ്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. എന്ത് കഥയാണ് അച്ഛൻ? ഇതിപ്പോ എന്തിനാ ഈ നാട്ടുകാരെയൊക്കെ വിളിക്കണേ? ഇവന് പെണ്ണ് കാണാനല്ലേ പോണേ? നമ്മളെ ബന്ധുക്കളെ പോലും വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചതല്ല, വന്നോട്ടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാ വേണ്ടെന്ന് പറയണേ നമ്മള്. അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാൽ ഒഴിവാക്കാൻ നോക്കും. എന്താടാ പറയണേ? വന്നൊരാളിനെ ഇനി എങ്ങനെ പറഞ്ഞു ഒഴിവാക്കി വിടണം? പിന്നെ അയാളെ കൊണ്ട് പെണ്ണ് കാണാൻ പോവാനോ? വന്നല്ലേ ഇനിയിപ്പോ. അവിടുന്ന് അവര് നീ ചോദിച്ചാൽ എന്താ പറയാ നമ്മള്? നമുക്ക് എന്തെങ്കിലും പറയാം. രാഘുവാല് അച്ഛൻ വാതിൽ പുട്ടിന് ഭയം വരാൻ നോക്കി. നടക്കണേ. എന്റെ മന്മഥനില്ലേ? വരും, വാതില് കൂട്ടാനേ. പിന്നെ എവിടെ കയറുന്നു? ഇവിടെ കയറി, മുന്നിൽ കയറി. എനിക്ക് മന്മഥനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. വാ, ഇരിക്ക്. കയറി ഇരിക്ക്. രാഘവ്
ആ പോവാ. സുഗതന് ചായ വേണ്ടേ? അല്ല, ഞാൻ ഈ പാലൊഴിച്ച ചായ കുടിക്കാറില്ല, കട്ടനെ കഴിക്കാറ്. ഷുഗർ ഉണ്ടല്ലേ? ഷുഗർ? ആ അല്ല, ഇദ്ദേഹം അമ്മാവൻ അതായത് അമ്മാവനാണ്. കുറച്ച് ദൂരത്തായിരുന്നു താമസം. ഇപ്പൊ ഞങ്ങളുടെ അയലത്ത് വന്നു. പിന്നെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യും. വണ്ടി ഓടിക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ. എവിടെ പഠിച്ചേ? മഹാരാജാസിലെ. അല്ല, മോനല്ല, മന്മഥേട്ടൻ എവിടെ പഠിച്ചേ? ഞാന് മാറിവാനിയസിലായിരുന്നു. ബികോം 95 ബാച്ച് ബികോം. ആ, എന്തേ? കൂടെ പഠിച്ചൊരു വിജയലക്ഷ്മി അറിയോ? വിജയലക്ഷ്മി ഒരു തടിച്ചിട്ടൊരു വിജയലക്ഷ്മി ഉണ്ട്, പിന്നെ ഒരു മുടിയുള്ള മെലിഞ്ഞിട്ട് മുടിങ്ങനെ ഇതുവരെയുള്ള. അതെ, 2 വിജയലക്ഷ്മി ഉണ്ട്. അതില് ആ വിജയലക്ഷ്മി മുടിയുള്ള എന്റെ ചേച്ചിയാ. അതെ. അയ്യോ, അല്ല അത് ഒരു കാനഡ ഒരു രമേശ് എന്ന് പറഞ്ഞ. അതെ, ഇപ്പൊ കാനഡയിലാണ്. അയ്യോ, ഞങ്ങളെ ഗ്രൂപ്പിനകത്തൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അതെ, ഞാൻ ഇങ്ങനെ വന്നേ മുതൽ ഇങ്ങനെ ശ്രദ്ധിക്കാനേ, ഈ മോക്ക് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ചേച്ചിയുടെ ഫോട്ടോ അതില് സാമ്യം തോന്നിയത്. അതെ അതെ, കുറച്ചുകൂടെ അതിന്ന് ഇച്ചിരൂടെ ഒന്ന്. അതെ അതെ, ചേച്ചി പിന്നെ എപ്പോഴും പറയാറുണ്ടായിരുന്നു കേട്ടാ, പഠിക്കണ കാലത്ത് കലാലയ രാഷ്ട്രീയത്തിലെ പുലിയായിരുന്നു, നല്ല പ്രാസംഗികനാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ ഓരോരോ. അല്ല എന്റെ മന്മഥേട്ടാ, അന്നത്തെ കാലത്ത് ഈ കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അനിവാര്യമായിരുന്നു. കുട്ടികളുടെ ആവശ്യങ്ങൾക്കും അവകാശത്തിനും വേണ്ടി പോരാടാനുള്ളൊരു സംഘടന. അന്ന് അവകാശങ്ങൾക്ക് വേണ്ടി റോഡിലിറങ്ങി സമരം നടത്തുമ്പോൾ പോലീസുകാരുടെ അടിയൊക്കെ കൊണ്ടിട്ടുണ്ടാവും പലരും. ഇവിടെ ഒരുപാട് പാടുണ്ട് അടികൊണ്ടേ. ഇന്നിപ്പോ കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാവാ. ഒരേ കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾ പരസ്പരം തമ്മിൽ തല്ലിയും വെട്ടിയും കുത്തി മരിക്കല്ലേ, പിന്നെ റാഗിങ്. അമ്മയും അച്ഛനും തമ്മിൽ പ്രായ വ്യത്യാസം ഉണ്ടല്ലേ? നല്ല അമ്മ ചെറിയ പെണ്ണ്. രാഘവേട്ടൻ ലഡു കഴിച്ചില്ലല്ലോ? ലഡു കഴിക്കില്ല. ലഡു കഴിക്കും, ഒരു ലഡു കഴിക്കും. ആ, മോളെ പഠിത്തമെല്ലാം നല്ല രീതിയിൽ പോകണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോ എക്സാമും കൂടെ ഉണ്ട്. ആ, എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം, ജോലി മേടിക്കണം കേട്ടാ. അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ. ഇനിയിപ്പൊ ഞങ്ങള് ഒരു ദിവസം, എന്തായാലും കുട്ടി താമസിക്കേണ്ട വീടല്ലേ, ഒരു ദിവസം അവിടെ വന്ന് കാണണല്ലോ. എല്ലാരും കൂടി അങ്ങോട്ട് വരിക. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അങ്ങനെ പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയും വരിക ഒക്കെ ചെയ്യാം. അതായത് ഒരു ഇത് അല്ലേ? ഇറങ്ങാം. കട പൂട്ടിയിട്ടാ വന്നത്, പോയിട്ട് വേണം തുറക്കാൻ. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. മോളെ എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ കാഴ്ചക്ക് ഇടയ്ക്കൊക്കെ വരണം. വന്നോണ്ടിരിക്കും. ചായ മുഴുവൻ കുടിച്ചോ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.